നമസ്കാരം. കേരളം ആത്മഹത്യയുടെ ഒരു വലിയ ഹബ്ബായി മാറുന്നു. ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചില കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞെട്ടിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പുരുഷന്മാരിൽ, അതായത് 45 വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാരിൽ ആത്മഹത്യകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് എൻ്റെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആത്മഹത്യയുടെ റേഷ്യോ കണക്ക് നോക്കുകയാണെങ്കിൽ 20:80 എന്നുള്ള കണക്കിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം അത് 45 വയസ്സിന് മേലെ പ്രായമുള്ള വിവാഹിതരായ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 76.6% വിവാഹിതരാണ് ഈ രീതിയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, എന്ത് പ്രശ്നത്തിനും നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നതാണ് ആത്മഹത്യകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഒക്കെ ഈ രീതിയിൽ ആത്മഹത്യ പല വിഷയങ്ങൾ കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കിടയിലുണ്ടാകുന്ന കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തില്ല, അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ല, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല, കുട്ടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഭർത്താവ് ആഹാരം കഴിച്ചില്ല, ഭാര്യ ആത്മഹത്യ ചെയ്തു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന സ്വയം കൊല്ലുന്നതിനെ നമ്മൾ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. കാര്യം മരണം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളുടെ എല്ലാം അവസാനമാണ്. പിന്നീട് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകളും ഈ ആത്മഹത്യയെ അഭയസ്ഥാനമായി കണ്ടുകൊണ്ട് അതിലേക്ക് തന്നെ പോകുന്നത് എന്ന് തോന്നുന്നു. കണക്കുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 2022 കണക്കുകൾ, അതായത് 2 വർഷത്തിന് മുമ്പുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 8490 മാത്രമായിരുന്നു അന്നത്തെ ആത്മഹത്യയുടെ നിരക്കുകൾ. അതായത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ 8490 പേര് അവിടെ അന്ന് മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വർഷം 2023 എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 10,972 മാറി. അപ്പോൾ എത്രത്തോളം ഭീകരമായ ഒരു വർധനവാണ് ആത്മഹത്യയുടെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ തന്നെ 8811 പേർ പുരുഷന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്കിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും. 8000-ലധികം പുരുഷന്മാർ കഴിഞ്ഞ 2023 എന്ന് പറയുന്ന വർഷത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെയാണ് ഈ പറയുന്ന 3/4 അതായത് 76.6% വരുന്നതും വിവാഹിതരായ യുവാക്കൾ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. മരണപ്പെടുകയല്ല, സ്വയം ഇല്ലാതായിട്ടുള്ളത്. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. പലപ്പോഴും ഇതിന് കാരണമായിട്ട് കാണുന്നത് വിവാഹിതർക്കിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു. വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന അസുലഭമായ ഒരു അവസരമാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. കുഞ്ഞുങ്ങളുണ്ടാകുന്നു, വലിയ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു, സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കുടുംബജീവിതം, ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഒട്ടുമിക്ക ആളുകളും വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത്. അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുന്നു. വിവാഹത്തിന് ശേഷമാണ് പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മ ഒരു വലിയ വിഷയമായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സ്ത്രീയോ പുരുഷനോ ഇതിൽ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ഈ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ സാമ്പത്തിക ഭാരം എടുത്ത് തലയിലേക്ക് വയ്ക്കും. സാമ്പത്തികത്തിൻ്റെ അതായത് പ്രധാന കാരണം നമുക്ക് വരവ് കുറവാണ്, പക്ഷേ ചെലവുകൾ നമ്മൾ ഇപ്പോഴത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെലവുകൾ വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരുടെയും ഒരു പ്രശ്നം അതാണ്, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അതാണ് നമ്മളുടെ ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിലെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെ, അതാണ് ചോദ്യം. അപ്പോൾ അതിനായി നമ്മളുടെ ഈ വരവ് എന്ന് പറയുന്നതിനെ നമ്മൾ കുറഞ്ഞ വരവാണെങ്കിൽ പോലും ചെലവ് നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സാമ്പത്തിക ഭദ്രത ഇല്ലാതായി തീരുകയും സാമ്പത്തികമായി നിരവധി പ്രതിസന്ധികൾ ലൈഫിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഇത് കുടുംബ ബന്ധങ്ങളിലേക്കും വ്യാപിക്കുന്നു. മദ്യപാനമൊക്കെ ഒരു ഘട്ടത്തിൽ അവിടെ നിൽക്കും. മദ്യപാനം, ലഹരി മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയ മറ്റൊരു വശത്തൂടെ ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ സ്വരച്ചേർച്ചയില്ലായ്മയിലേക്ക് പോകും. അവിടെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കുട്ടികളുടെ പഠനം, അവരുടെ ബാക്കിയുള്ള ചിലവുകൾ, വിവാഹം തുടങ്ങിയ 45 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രായത്തിൽ കിട്ടിയാൽ മകളാണെങ്കിൽ 20 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. അവിടെ ഇപ്പോൾ ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയാണെങ്കിലും അവരെ പഠിപ്പിക്കേണ്ട ഒരു സമയമാണ്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സമയമാണ്. ഈ കാലഘട്ടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ കയ്യിലെങ്ങും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും, സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകും.
അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാരണം കൂടി ഇതിനകത്ത് വരും. ഈ 45 വയസ്സ് കഴിയുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ അത് വളരെ മോശമായി ബാധിക്കും. ശാരീരികമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായെന്നുണ്ട്, മാനസികമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതും കൂടി ആയിക്കഴിയുമ്പോൾ പുരുഷന്മാർ പിന്നീട് ആശ്രയിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ആത്മഹത്യ തന്നെയാണ്. സ്വയം ഇല്ലാതെയാവുക എന്നുള്ളതാണ് പുരുഷന്മാർ കണ്ടെത്തുന്ന ഒരു തന്ത്രം. ഇതാണ് പ്രധാനമായും പറയുന്നത്. കാര്യം അപകടസ്ഥിതിയിൽ, ആത്മഹത്യയുടെ കാര്യത്തിൽ അപകടസ്ഥിതിയിലാണെന്നാണ് സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള PN സുരേഷ് കുമാർ വ്യക്തമാക്കുന്നത്. അപ്പം വിവാഹം എന്ന് ഇപ്പോൾ ഒരു അപകടസ്ഥിതിയിലേക്ക് പോവുകയാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. വിവാഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉള്ളവർ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു. ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വേർഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് കുടുംബ ജീവിതത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പരസ്പരം ഒരു ധാരണയിലെത്തിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ധാരണയിലെത്തിപ്പോകാൻ കഴിയാത്ത ചെറിയ ചെറിയ ആശയ സംഘടനകൾ പോലും വലിയ തലത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഈ പറയുന്ന കുടുംബ കോടതികളിൽ വരുന്ന കേസുകളുടെ എണ്ണത്തിൻ്റെ ബാഹുല്യം വളരെ വലുതാണ്. വളരെ വലിയ തോതിലാണ് ഓരോ കുടുംബ കോടതികളിലും ഈ പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്, കേസുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള കേസ് ഫയലുകളാണ് അവിടേക്ക് വരുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, 2022 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ 1,13,000 എന്നുള്ള കണക്കിലായിരുന്നു നമ്മുടെ രാജ്യത്തെ ആത്മഹത്യാ നിരക്ക്. ആ സമയം തന്നെ നമ്മുടെ കേരളത്തിൽ എത്രയും നിങ്ങൾക്കറിയോ? 28.81 ആയിരുന്നു. അതായത് 1,00,000 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ 28 പേരിലധികം ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സ്വയം ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യത്ത് അവിവാഹിതരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു ടൈം പാസ് എന്നുള്ള നിലയിൽ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ മറ്റൊന്നാണ്. അപ്പോൾ അത് വലിയ ഒരു ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. നമ്മുടെ തലസ്ഥാന ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അതായത് ഏകദേശം 1,611 പേരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അവിടെ 2023 എന്ന് പറയുന്ന വർഷത്തിൽ മരിച്ചത്. ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു ഇവിടെയാണ്, വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് നടക്കുന്നത്. അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, നമ്മൾ സാമ്പത്തികമായി നമുക്ക് ചെലവിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അതായത് എങ്ങനെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും വരവിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അതൊരു വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടിയാണ്. കുട്ടികളുടെ പഠനമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ വളരെയധികം ചുറ്റി അടിച്ച് തലയ്ക്ക് പിടിച്ച് കളയുന്ന ഒരു ശീലമാണ്. അപ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ താളപ്പിഴകളൊക്കെ ഉണ്ടാകുന്നത്. ഈ താളപ്പിഴകളെ ഒരു 45 വയസ്സ് കഴിയുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനോ കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. മാനസികമായി അദ്ദേഹത്തിന് ഈ പറയുന്ന 45 വയസ്സ് കഴിയുമ്പോൾ മാനസികമായി അദ്ദേഹത്തിനുണ്ടാകുന്ന ചില മനോവൈകല്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിനെയൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് വരികയും ഒടുവിൽ അദ്ദേഹം ഈ സ്വയം ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 37.2% ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ്, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ദിവസേന കിട്ടുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ദിവസം 1000, 1200 രൂപയൊക്കെ ശമ്പളമായി വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ആളുകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ, അതായത് 37.2% ഈ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുള്ളത് ഡെയിലി വേജസിലുള്ളവരാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് ആയിട്ട്, അതായത് ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അത് 19.9% ആൾക്കാർ ജോലിയില്ലാത്തവരാണ്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെയും ഈ പറയുന്ന സ്ഥിര വരുമാനമുള്ള ആൾക്കാരാണ് നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 10-50 ആൾക്കാർ മാത്രമാണ്, 50-52 പേര് ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് ശതമാനം. ബാക്കി വരുന്ന ഒരു സിംഹഭാഗവും കൃത്യമായി ശമ്പളം കിട്ടുന്ന, കൃത്യമായ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി വരുന്ന ഈ 100% തികയണമെങ്കിൽ ഇനിയും ഉണ്ടല്ലോ. ഏകദേശം 10-40% മേലെയുള്ള ആൾക്കാർ തീർച്ചയായും അവർ ഈ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ശമ്പളം വാങ്ങുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രധാനമായും ആത്മഹത്യ എന്ന് പറയുന്നത് ഈ 45 കഴിഞ്ഞ പുരുഷന്മാർക്കിടയിൽ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ നമ്മൾ എപ്പോഴും ബോധവാന്മാരാകുക, നമ്മളെപ്പോഴും മാനസികമായൊരു പിരിമുറുക്കമില്ലാതെ ജീവിക്കുക. കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും നല്ലതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും കുടുംബങ്ങളിലേക്ക് എത്തുന്നത്.
ഇപ്പോൾ ഒരു ആഘോഷം വരുന്ന സമയത്താണെങ്കിലോ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു കുടുംബം ആവശ്യമാണ്. വിവാഹിതനാവുക, കുഞ്ഞുങ്ങളുണ്ടാവുക, അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുക തുടങ്ങിയ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക, അവരെല്ലാവരും നമ്മളുടേതായ ചില സന്തോഷങ്ങൾ കണ്ടെത്തുക. ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ പോലും ആ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ ആ സന്തോഷങ്ങളിലൂടെ പോവുക. ചെറിയ ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്നതാണ്. അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്താണ് മാർഗം? കഴിയുന്നതും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, എനിക്കിതൊന്നും നേരിടാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായും ഇതിനൊക്കെ തുറന്നിരിക്കുന്ന സൈക്കോളജിസ്റ്റുകളെ കാണാം, അവരുമായിട്ട് സംസാരിക്കാം, അവരോട് തങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പങ്കുവയ്ക്കാം. അങ്ങനെയൊക്കെ മാനസികമായ ഒരു ആരോഗ്യം നമ്മൾ വീണ്ടെടുത്തേ പറ്റൂ. വീണ്ടെടുക്കാത്തിടത്തോളം കാലം വീണ്ടും നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ വീണ്ടും 2004 പുറത്തു വരുമ്പോൾ ഇതിനും അപ്പുറത്തേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ ആത്മഹത്യാ നിരക്കെങ്കിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായി മാറും. അപ്പോൾ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നതിനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പുരുഷന്മാർ ആദ്യമായി ചെയ്യേണ്ടത്. ഒരെണ്ണം കൂടിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.